ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു അരപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. പലതരത്തിലുള്ള കറികൾ തയ്യാറാക്കാൻ പറ്റിയ ഒരു അരപ്പാണ് ഇത്. നമ്മളൊന്ന് തയ്യാറാക്കി വെച്ചിരുന്നു രണ്ടാഴ്ചയോളം നമുക്ക് പല കറികൾക്കും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കും നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 സവാളയും ഒരു 3 തക്കാളി, ഒരു ജാതിപത്രി, ഒരു 2-3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, 2-3 ഏലയ്ക്ക, ഒരു ബേ ലീഫ്, പിന്നെ 1 കപ്പ് കാഷ്യൂനട്ട്, ഇത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് തക്കാളിയും സവാളയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം. വലുതായിട്ടങ്ങ് അരിഞ്ഞാൽ മതി, ഒത്തിരി ചെറുതാക്കണമെന്നില്ല. നമുക്കിത് എണ്ണയിൽ വഴറ്റിയെടുക്കാനുള്ളതാണ്. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ എണ്ണ മതി കേട്ടോ. ആ എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സ്പൈസസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഗ്രാമ്പൂ, പട്ട, ബേ ലീഫ്, ജാതിപത്രി, ഇതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ആ എണ്ണയിലൊന്ന് വറുക്കാം. ഈ സ്പൈസസ് എല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ആ എണ്ണയിൽ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കാഷ്യൂനട്ടൊക്കെ കുറച്ച് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1-2 ഐറ്റംസ് ചേർക്കാനുണ്ട്. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ്. 2 ടീസ്പൂൺ കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. കാഷ്യൂനട്ടൊക്കെ ഒന്ന് മൂത്ത്, ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ടല്ലോ, മൂത്ത് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും കൂടി അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവോളയും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരണം. 5 മിനിറ്റോളം നമുക്കിത് ആ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വരട്ടെ. നമ്മളിതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. ഒരുപാട് ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. നമ്മൾ ഏത് കറിയാണെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് ചേർക്കാറുണ്ടല്ലോ, അതുകൊണ്ട് ഇതിൽ വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവോളയും തക്കാളിയൊക്കെ നന്നായി വഴന്ന് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കരിഞ്ഞു പോകരുത് കേട്ടോ. കരിഞ്ഞു പോയാൽ കരിഞ്ഞ ടേസ്റ്റ് വരും. ഇത്രയേ ഉള്ളൂ. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം. ഈ അരപ്പ് ഉപയോഗിച്ച് ഞാനിന്ന് കറി വയ്ക്കാൻ പോകുന്ന പനീറാണ്. അപ്പോൾ കുറച്ച് പനീർ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ വിചാരിച്ചു അല്പം സ്പൈസി ആയിട്ട് കിട്ടണമല്ലോ. അപ്പോൾ അതിന് പനീറൊന്ന് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തൊന്ന് പുരട്ടി വെക്കുക കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് അരപ്പൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആഴ്ചകളോളം നമുക്കിത് കറികൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഗ്രീൻ പീസ് കറി, കിഴങ്ങ് കറി, കടലക്കറി, അങ്ങനെ ഏത് കറിക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. അടിപൊളി ടേസ്റ്റുള്ളൊരു അരപ്പാണിത് കേട്ടോ. ഇത് നമ്മുടെ സമയം ലാഭിക്കാനായിട്ട് സാധിക്കും ഇത് കുറച്ച് തയ്യാറാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ. ഞാൻ ഈ അരപ്പ് തയ്യാറാക്കി അതേ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ആ പനീറൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന്. തിരിച്ചും മറിച്ചും ഇട്ട്
ഒന്ന് മൂപ്പിച്ചെടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പനീറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് ഞാൻ ഒരു ചെറിയ സവോളയും 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളുടെ അരപ്പുണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂൺ അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നല്ല വറ്റി കുറുകി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അരപ്പ് കൊണ്ട് തന്നെ നമുക്ക് കടലക്കറി, കിഴങ്ങ് കറി, അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമുള്ള ഏത് കറി വേണമെങ്കിലും നമുക്ക് ഈ അരപ്പ് തയ്യാറാക്കി വെച്ചിരുന്നാൽ അത് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.